ദേശീയ ശാസ്ത്ര ദിനം ഏതു വർഷം മുതൽക്കാണ് ആചരിച്ചു തുടങ്ങിയത്? നാഷണൽ സയൻസ് ഡേ ആചരിച്ചു തുടങ്ങിയത് 1987 മുതൽക്കാണ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ദേശീയ ശാസ്ത്രദിന ക്വിസ്, നാഷണൽ സയൻസ് ഡേ ക്വിസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 28. ആരുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? സി വി രാമൻ. സി വി രാമൻ നടത്തിയ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട്. സി വി രാമൻ ഫെബ്രുവരി 28-ന് പ്രസിദ്ധപ്പെടുത്തിയ കണ്ടുപിടുത്തം ഏതാണ്? രാമൻ പ്രഭാവം, രാമൻ എഫക്റ്റ്. ഏത് വർഷമാണ് രാമൻ പ്രഭാവം പ്രസിദ്ധപ്പെടുത്തിയത്? 1928 ഫെബ്രുവരി 28-ന്. രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് ഏതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിന്റെ വിസരണം, ലൈറ്റ്സ് സ്കാറ്ററിംഗ്. ഭൗതിക ശാസ്ത്രത്തിന്, ഫിസിക്സിന് നൊബേൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ? സി വി രാമൻ. സി വി രാമൻ. ഏത് വർഷമാണ് സി വി രാമന് നൊബേൽ അവാർഡ് ലഭിച്ചത്? 1930. സി വി രാമൻ ജനിച്ചത് എന്നാണ്? സി വി രാമൻ ജനിച്ചത് 1888 നവംബർ 7-നാണ്. സി വി രാമന്റെ ജന്മസ്ഥലം ഏതാണ്? തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. സി വി രാമന്റെ മുഴുവൻ പേര് എന്താണ്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. കടലിന്റെ നീല നിറത്തിനുള്ള കാരണം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സി വി രാമൻ. സി വി രാമൻ. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസം? പ്രകാശത്തിന്റെ വിസരണം, ലൈറ്റ്സ് സ്കാറ്ററിംഗ്. ശാസ്ത്ര ക്യൂസ് ഒപ്പം മറ്റു ക്യൂസുകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. നൊബേൽ സമ്മാനം ആദ്യമായി നേടിയ ഏഷ്യക്കാരൻ? സി വി രാമൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? സി വി രാമൻ. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം? രാമൻ ഇഫക്റ്റ്, രാമൻ പ്രഭാവം. സി വി രാമന്റെ നേതൃത്വത്തിൽ 1934 ബംഗളൂരുവിൽ പ്രവർത്തനമാരംഭിച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനം? ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ്. സി വി രാമൻ സ്ഥാപിച്ച രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏത് വർഷമാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്? 1948-ലാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. രാമൻ പ്രഭാവം കണ്ടുപിടുത്തത്തിൽ സി വി രാമന്റെ പ്രധാന സഹായിയായി പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? കെ എസ് കൃഷ്ണൻ. കെ എസ് കൃഷ്ണൻ. സി വി രാമൻ അന്തരിച്ചത് എന്നാണ്? 1970 നവംബർ 21-നാണ് സി വി രാമൻ അന്തരിച്ചത്. സി വി രാമന്റെ ഭൗതിക ശരീരം എവിടെയാണ് അടക്കം ചെയ്തത്? ബംഗളൂരുവിലുള്ള രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ദേഹം അടക്കം ചെയ്തത്. ഏത് വർഷമാണ് സി വി രാമന് ഭാരതരത്നം ബഹുമതി സമ്മാനിച്ചത്? 1954. 1954 സി വി രാമനോടൊപ്പം ഭാരതരത്നം ബഹുമതി സമ്മാനിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്?
ഇന്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കമന്റ് ചെയ്തോളൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.